ഇനി ജില്ലാതലത്തിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റ് ജില്ലകളിൽ വരുമ്പോൾ ചില രോഗങ്ങൾ ജില്ലകളിൽ മാത്രം. ഇപ്പോൾ ഷിഗല്ല എന്ന് പറഞ്ഞാൽ പാലക്കാടില്ല, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ, പത്തനംതിട്ട വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതേ സമയത്ത് ആ ജില്ലകളിൽ ചിലപ്പോൾ ഡെങ്കിപ്പനി ഉണ്ടാവാം, മറ്റ് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതാത് ജില്ലകളിൽ ഒരു ഔട്ട് ബ്രേക്കിംഗ് മോണിറ്ററിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാതലത്തിൽ ആക്ഷൻ കമ്മിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിലെ സംസ്ഥാനത്തിലെ റാപ്പിഡ് ടീമിനെ കൂടെ RRT ടീമിനെ കൂടെ ഇതിൽ ഉൾക്കൊള്ളാവുന്നതാണ്. സംസ്ഥാനതല ഔട്ട് ബ്രേക്കിംഗ് മോണിറ്ററിംഗ് കമ്മിറ്റി കൂടെ രൂപീകരിച്ച്, അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യമൊന്നും മറ്റൊന്നുമല്ല, പഞ്ചായത്ത് ലെവൽ വരെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുക. രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെയൊക്കെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ആരോഗ്യ മന്ത്രാലയം തന്നെയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, DME, DHS തുടങ്ങിയ സംവിധാനങ്ങളാണ് ഏത് നിർദ്ദേശം ആരോഗ്യ വകുപ്പിൽ നടപ്പാക്കുക. അത് തികച്ചും ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട്. ഇത് ഞങ്ങളെ സഹായിക്കാനൊരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഹൈ പവർ കമ്മിറ്റീനെ നിയോഗിച്ചിട്ടുള്ളത്. അതായത് ഇതുപോലുള്ള എപ്പോഴും ഉണ്ടാവുന്ന ചില പകർച്ചവ്യാധികളെ ഇനി എങ്ങനെ ഭാവിയിൽ നിയന്ത്രിക്കാം, അതിനെക്കുറിച്ചാണ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷം മുതൽ കഴിയുന്നത്ര രോഗപ്രതിരോധം നടപ്പാക്കുക, അതാണ് ലക്ഷ്യം. അല്ല, ഇതിനൊരു സ്ഥിരം സംവിധാനമായിട്ട് തന്നെ പോകും. അതാ അതെ, യെസ്. അതുപോലെ ഒരു ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ച് തീയതി അറിയിക്കും. എന്തായാലും ചോദ്യം എങ്ങനെ? അതാണ് പറഞ്ഞത്, അതിൻ്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നഗരത്തിൽ 3 ജലവിഭവ വകുപ്പ് മന്ത്രി യോഗം വിളിച്ചു. പ്രധാനമായി അന്ന് നഗരത്തിലെ വെള്ളക്കെട്ടുകൾ, പാർവതി പുത്തന ഉൾപ്പെടെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങളാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ജലസ്രോതസ്സുകൾ തടസ്സപ്പെടുകയും അതൊക്കെ മലിനീകരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എങ്ങനെ? ഞാൻ പറഞ്ഞ എല്ലാം ഞങ്ങൾ അന്ന് നഗരത്തിൻ്റെ ആണെന്ന് ചർച്ച ചെയ്തെങ്കിൽ അത് ബാക്കി എല്ലായിടത്തും. കാരണം അതാണ് ഈ രോഗങ്ങളുടെ വലതിൻ്റെ ഉത്ഭവം. ഒരു കാലത്ത് പാർവതി പുത്തനാലിലൊക്കെ മുങ്ങിക്കുളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം മുങ്ങിയാലത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജനം തന്നെ പ്രതിരോധം തീർക്കുകയാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് വളരെ എക്സ്ക്ലൂസീവാണ്, വെളിയിൽ വിടത്തില്ല. ജനം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറ്റം പോലെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഇത് ഞാൻ പറയാം രോഗങ്ങളെ ആരും മറച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആധികാരികത ഉണ്ടാവണം. ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ചിലയിടത്ത് കൺഫ്യൂഷൻ വന്നു. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ കണക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ എഴുതിയത് കറക്റ്റായതുകൊണ്ടാണല്ലേ ഞങ്ങളിങ്ങനെ ഹൈ പവർ കമ്മിറ്റിയിലേക്ക് പോകാൻ കാരണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് രോഗങ്ങൾ പടരുന്നു, അത് ഗൗരവമായിട്ട് എടുക്കണം. അല്ല ഞാൻ അത് ശേഷം ഒരു രോഗമില്ല എന്ന് ആരെങ്കിലും പറയൂ? ഫോണിൽ വിളിച്ചാൽ എല്ലാവരും എടുക്കണം എന്നുള്ള നിർദ്ദേശം, ആരും ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ? അതെ, അതാ പറഞ്ഞത് എല്ലാ ദിവസവും സൈറ്റിലിടുന്നുണ്ട്. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസിൽ ചോദിക്കാം.